ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ചെറിയൊരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ മെഹന്തി എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച മെഹന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും രാത്രി 10-11 മണിയായി. പിന്നെ കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു. പ്രത്യേകിച്ച് നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കാണുമ്പോൾ ഒരു വിശപ്പിൻ്റെ വിളിയാണല്ലോ. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ പിന്നെ നേരത്തെ എണ്ണീറ്റ്. സത്യം പറഞ്ഞാൽ രാവിലെ ഒന്നും വീഡിയോ എടുക്കൽ നടന്നില്ല, കാരണം ഭയങ്കര ധൃതിയായിരുന്നു. റെഡിയായി കല്യാണത്തിന് പോകാനായിട്ട്. അങ്ങനെ പിന്നെ ഹോളിലെത്തി. കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഈ സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഡെസേർട്ട്, അത് കുറേ ഇടയ്ക്ക് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രോബെറി വാങ്ങിക്കാനായിട്ട് കയറിയത്. അങ്ങനെ കുറച്ച് സ്ട്രോബെറിയും പിന്നെ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. എങ്ങനെയും കല്യാണം കഴിഞ്ഞ് പെട്ടെന്നൊന്ന് വീടെത്തണേന്ന് പറഞ്ഞായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെയും കൂടെ പോയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ ചെന്നിട്ടേ ആദ്യം ചെയ്ത പരിപാടി ഒരു കാപ്പി അങ്ങോട്ട് ഇട്ടതാണ്. ഇപ്പോൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെറിയ തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയാലേ, പിന്നെ തലവേദന എടുത്തുകൊണ്ട് നിന്നാൽ റിസപ്ഷൻ കൂടുതൽ നടക്കത്തില്ല. അപ്പോൾ ആദ്യം തന്നെ കാപ്പി അങ്ങോട്ട് കുടിച്ചിട്ടായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ആ ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ സ്ട്രോബെറി എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലോട്ട് ചോക്ലേറ്റ് 1 മിനിറ്റ് അങ്ങ് ഇട്ടാലും മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ആ കവർ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. നല്ലതായിട്ട് മെൽറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ട്രോബെറി സത്യം പറഞ്ഞാൽ കൊണ്ട് വെച്ചപ്പം മുതൽ വെറുതെ കഴിച്ച് കുറേ അങ്ങ് തീർത്ത് അവസാനം ലാസ്റ്റ് 2 എണ്ണം വെച്ചിട്ടാണ് ആ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാനായിട്ട് നിന്നില്ല. സത്യത്തിൽ അത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. പക്ഷേ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് റിസപ്ഷന് പോകാനുള്ള കാര്യങ്ങൾ നോക്കി. അങ്ങനെ പിന്നെ റിസപ്ഷന് പോകാനായിട്ട് റെഡിയായി പെട്ടെന്ന് തന്നെ ഇറങ്ങി. മഗ്‌രിബ് കഴിഞ്ഞിട്ടായിരുന്നു റിസപ്ഷൻ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് റിസപ്ഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വാപ്പ പറഞ്ഞ് നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്, അവിടെ കരിക്കിൻ്റെ എന്തൊക്കെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കിട്ടുമെന്ന്. അങ്ങനെ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും കരിക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം ഓരോ സോഡ ലൈമും പിന്നെ ഒരാൾ മാത്രം അവിൽ മിൽക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിക്കാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അതും കഴിച്ച് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇനി കല്യാണം എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ബാക്ക് ടു നോർമലാണ് കാര്യങ്ങളൊക്കെ. തങ്കുവിൻ്റെ ക്ലാസ് ഒരു ദിവസം പോയി. പിന്നെ കല്യാണത്തിന് നല്ലപോലെ ഐസ്ക്രീമൊക്കെ തട്ടിയ കാരണം നല്ല ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുമോ അവൾ. അപ്പോൾ പിന്നെ എന്തായാലും ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങൾ മീൽസ് കഴിച്ചിട്ടാണ് പോയത്. ഇത്രയും ദിവസം ഈ ബിരിയാണിയും അതല്ലാതെ നോൺ വെജൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഒരു ചോറും കറിയും കിട്ടിയാണല്ലോ ഭയങ്കര സന്തോഷമാവും. അങ്ങനെ തന്നെ മീൽസ് എല്ലാം കഴിച്ച് നേരെ അവളുടെ വീട്ടിലോട്ട്. നീനുവിൻ്റെ വാപ്പാക്ക്, നീനു മീൻസ് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വാപ്പാക്ക് ഒരുപാട് കൃഷിയുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ ആ കുറച്ച് സ്ഥലത്ത് ഒരുപാട് കൃഷിയുണ്ട്. ഈ മുളകുണ്ട്, ചൈനീസ് ക്യാബേജ്, അതുപോലെ മുന്തിരി, പിന്നെ സ്ട്രോബെറിയുടെ തൈ ഒരുപാട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതെല്ലാം കണ്ട് മുന്തിരിയൊക്കെ നമുക്കങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കുറച്ചേ ഉള്ളൂ, പക്ഷേ ഞങ്ങളെല്ലാവരും ഓരോന്ന് വീതം പറിച്ച് അങ്ങനെ അത് കഴിച്ച് അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. സൂര്യനൊക്കെ ബായ് ബായ് പറഞ്ഞ് പോകുന്ന സമയമായി ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല. വന്നതിൻ്റെ ക്ഷീണമൊന്നും തീർക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും തങ്കൂന് ഇനി സ്കൂളിലോട്ടുള്ള ഹോംവർക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ഹോംവർക്ക് ചെയ്യുന്നു. പിന്നെ അലക്കാനൊക്കെ ഒരുപാട് തുണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാഗെല്ലാം അൺപാക്ക് ചെയ്യണമല്ലോ ഇനി. അങ്ങനെ പിന്നെ തുണിയെല്ലാം കഴുകാനായിട്ട് ഇട്ട് ബാക്കി മടക്കി വെക്കാനുള്ളതെല്ലാം മടക്കി എല്ലാം വെച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഡിന്നറിനുള്ള സമയമൊക്കെ ആയി. പിന്നെ പോയിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ ഒരു മടിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അപ്പം കഴിച്ച്. തങ്കുവിന് പിന്നെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ചോറാണ്. അങ്ങനെ അവൾ ചോറ് കഴിച്ച് ഞാൻ അപ്പം എല്ലാം കഴിച്ചിട്ട് പിന്നെ പയ്യെ കിടക്കാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ പിന്നെ അനാറ് കഴിച്ചിട്ട് ആ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.